ഇറാനെ സഹായിച്ചാൽ ഏതൊരു രാജ്യത്തെയും സാമ്പത്തികമായി തകർത്തു കളയുമെന്ന അന്ത്യശാസനവുമായി ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. സ്വർണ്ണക്കടത്ത്, കള്ളപ്പണം, ബിനാമി കമ്പനികൾ, ഇറാന്റെ സകല സാമ്പത്തിക സ്രോതസ്സുകളും അടച്ചുപൂട്ടുമെന്നാണ് കേട്ടോ ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഈ കളി ചൈനയോടും റഷ്യയോടും നടക്കുമോ? പരിശോധിക്കാം വിശദമായി. ആദ്യം നമുക്ക് ചൈനയുടെ കാര്യമെന്ന് നോക്കി വരാം. ട്രംപിന്റെ ഈ നീക്കത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം ചൈന തന്നെയാണ് കേട്ടോ. കണക്കുകൾ പ്രകാരം 2025 ഇറാൻ കയറ്റുമതി ചെയ്ത എണ്ണയുടെ 80% വാങ്ങിയത് ചൈന തന്നെയാണ്. അമേരിക്ക വിചാരിച്ചാൽ ചൈനയെ അത്ര പെട്ടെന്ന് തടയാൻ കഴിയില്ല എന്നതാണ് നിലവിലെ ലോക രാഷ്ട്രീയ സാഹചര്യവും നമ്മോട് ഒരുപോലെ പറയുന്നത്. അതിനൊരു പ്രധാന കാരണവും കൂടിയുണ്ട് കേട്ടോ. ചൈനയിലെ ഭൂരിഭാഗം എണ്ണ ശുദ്ധീകരണശാലകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണ്. അവയ്ക്ക് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഉപരോധങ്ങൾ അവരെ കാര്യമായി ബാധിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇനി ഇറാനുമായി ഇടപാട് നടത്തുന്ന ചൈനീസ് ബാങ്കുകൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നതെങ്കിലോ അത് അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഒരുപോലെ പറയുന്നത്. കാരണം നിലവിലൊരു സാമ്പത്തിക ശീതയുദ്ധം അഥവാ എക്കണോമിക് കോൾഡ് വാർ നടക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായി വീണ്ടും ഒരു പ്രശ്നത്തിന് ട്രംപ് തയ്യാറായേക്കില്ല. ഉപരോധങ്ങൾ പ്രശ്നപരിഹാരത്തിന് സഹായിക്കില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ട്രംപിന്റെ ഉപരോധ ഭീഷണിയോട് പ്രതികരിച്ചതും. ചുരുക്കത്തിൽ ഇറാനുമായുള്ള ചൈനയുടെ വ്യാപാര ബന്ധം തകർക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്കൊന്ന് റഷ്യയിലേക്ക് പോയി വരാം. അമേരിക്കയുടെ ഭീഷണികൾ റഷ്യക്ക് ഒരു പുതിയ കാര്യമേ അല്ല. കാരണം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധമാണ് റഷ്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പുറത്താണ് കേട്ടോ റഷ്യയുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പുതിയ ഭീഷണികൾക്ക് റഷ്യക്ക് മേൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. 2025 ജനുവരിയിൽ റഷ്യയും ഇറാനും തമ്മിൽ 20 വർഷത്തെ ഒരു സുപ്രധാന വ്യാപാര സൈനിക കരാർ ഒപ്പുവെച്ചിരുന്നു കേട്ടോ. ആ കരാർ പ്രകാരം വെറും 11 മാസം കൊണ്ട് ഇവർ തമ്മിലുള്ള വ്യാപാര ബന്ധം $4.8 ബില്യൺ ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഇത് ഇറാന്റെ അതിജീവനത്തിന് ചെറിയ പങ്കൊന്നുമല്ല കേട്ടോ വഹിച്ചിട്ടുള്ളത്. എണ്ണ വ്യാപാരം മാത്രമല്ല കേട്ടോ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കാസ്പിയൻ കടൽ വഴി വലിയ തോതിൽ ആയുധങ്ങളും ഡ്രോണുകളും വെടിക്കോപ്പുകളും റഷ്യ ഇറാനിലേക്ക് കടത്തുന്നുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് അമേരിക്കൻ ഉപരോധങ്ങളെ ഒന്നിച്ചു നേരിടാൻ റഷ്യയും ഇറാനും ഇപ്പോൾ ഒരു ബദൽ സമാന്തര വ്യവസ്ഥ ഉണ്ടാക്കിയെന്നു സാരം. അമേരിക്കയുടെ ഈ നീക്കത്തെ എക്കണോമിക് ടെററിസം അഥവാ സാമ്പത്തിക ഭീകരവാദം എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിക്കുന്നത്. ഈ ഉപരോധത്തെ പ്രതിരോധിക്കാൻ ഇറാനും ചില കാര്യങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ വൻ ശക്തികൾ ഉൾപ്പെടുന്ന ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിൽ ചേരാനുള്ള ഇറാന്റെ ശ്രമം. പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താൻ ഇറാന് ഇതിലൂടെ സാധിക്കും. ഇത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് തന്നെ ഭാവിയിൽ വലിയൊരു വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അതായത് അമേരിക്ക ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും പുതിയ വാതിലുകൾ തുറക്കാനുള്ള ശ്രമം ഇറാൻ അതികഠിനമായി നടത്തുന്നുണ്ട് എന്നു സാരം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായും തകർക്കാൻ കഴിയില്ല. അതിന് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ പിന്തുണ ആവശ്യമാണ്. എന്നാൽ ചൈനയും റഷ്യയും പോലുള്ള വലിയ രാജ്യങ്ങൾ ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അമേരിക്കയുടെ ഈ സാമ്പത്തിക ഉപരോധം വെറും ഓലപ്പാമ്പ് തന്നെയാണ്.